നന്ദിനി, നന്ദിനി, ഞാൻ ഉറങ്ങാൻ പോവെന്ന് പറഞ്ഞില്ലേ സർ? ഒന്ന് ശല്യപ്പെടുത്താതിരുന്നൂടെ? എടോ, ഞാൻ തന്നെ ശല്യപ്പെടുത്താനൊന്നും അല്ല. താൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. താൻ പറഞ്ഞത് ശരിയാ. ഞാനേ എന്റെ വിശപ്പിനെ കുറിച്ച് മാത്രമേ ഓർത്തുള്ളൂ. താൻ കഴിച്ചോ, തനിക്ക് വിശക്കുന്നുണ്ടോ, അതൊക്കെ ഞാൻ മറന്നുപോയി. ശീലമില്ലാത്തതുകൊണ്ടാ. താനങ്ങ് ക്ഷമിക്കുക. ഇതങ്ങ് കഴിക്കുക. എനിക്ക് വേണ്ട സർ. എടോ, ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് നിഷേധിക്കണ്ട. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് അച്ഛനാ. അത് കഴിഞ്ഞ് ഈ ഭക്ഷണം എന്നെ ഏൽപ്പിച്ചിട്ട് നന്ദിനിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അച്ഛൻ. തന്നെ കഴിപ്പിക്കണമെന്നും പറഞ്ഞു. കഴിച്ചില്ലെങ്കിലേ അച്ഛനത് വലിയ വിഷമായിരിക്കും. എനിക്കും. കഴിക്കടോ. കഴിക്ക് പ്ലീസ്, പ്ലീസ്. ഈ വല്ലപ്പോഴൊക്കെ ഈ ബഹളങ്ങൾക്കിടയില്ലേ അച്ഛൻ എന്നെ ഡൈനിങ് ടേബിളിൽ പിടിച്ചിരുത്തി ചില നേരത്ത് ദോശ ഇട്ട് തരും, ചില നേരത്ത് ചോറ് കുഴച്ചെനിക്ക് വാരി തരും. ആ മനുഷ്യനെ കുറിച്ച് ഞാൻ എന്താ പറയുക? ചില നേരത്ത് ഞാൻ ആലോചിക്കും, അച്ഛനില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ തീർന്നു പോയേനെ.